അപ്പോൾ ഇത് ദിയയുടെ ഒരു ലൈഫ് മൊമെൻറ്റ്, അതായത് നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയത്തില്ലേ, അതെ, ദിയ വുമൺഹുഡിലോട്ട് കടന്നു. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ്റെ വീഡിയോസാണ്. ഈ കുറേ വീഡിയോസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. കുറച്ച് വീഡിയോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആ വീഡിയോസ് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. പിന്നെ അത് ഒരു ഡോക്യുമെൻ്റായിട്ട് അവിടെ തന്നെ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം എൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് ഡിലീറ്റ് ആയി പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ അങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത് വളരെ നന്നായി. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് ഇതെല്ലാം പോയേനെ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായേനെ, ഞാൻ ഡൗണായി പോയേനെന്ന് എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ തോന്നിപ്പോയി കേട്ടോ. അത്രയ്ക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പിടിച്ച വീഡിയോസൊക്കെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. പിന്നെ ദിയയ്ക്ക് സ്ലൈഡ് മേടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കമ്പി സ്ലൈഡ് മേടിക്കാൻ ആദ്യം അനിയൻ പോയി. രണ്ടാമത് കാത്തൂനെ പറഞ്ഞു വിട്ടു. അനിയൻ അറിയത്തില്ല കമ്പി സ്ലൈഡ് ഏതെന്ന്. കാത്തൂനെ പറഞ്ഞു വിട്ട സമയത്ത് കാത്തൂൻ പോയി മേടിച്ചിട്ടുണ്ടെന്നോ യൂപ്പിന്നായിരുന്നു. പിന്നെ ഇച്ചിരി കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളിത് ദിയയുടെ തലയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ പൂവും കാര്യങ്ങളൊക്കെ കെട്ടുന്ന വീഡിയോസും ഡെക്കറേഷന് വേണ്ടി പൂ ഇതാക്കുന്ന വീഡിയോസും എല്ലാം നമ്മളെടുത്ത്. കാത്തൂനെ കൂടെ നമ്മളൊന്ന് ഒരുക്കിയെന്ന് വെച്ചാൽ കാത്തൂനില്ലെങ്കിൽ ഭയങ്കര വിഷമമാവും കേട്ടോ. കാത്തു ഒറ്റയായത് കാരണം തന്നെ കാത്തൂന് വിഷമമാവും. ഇതെൻ്റെ നാത്തൂൻ. അപ്പച്ചിമാരാണ് ആദ്യം ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത നാത്തൂന് വരാൻ പറ്റിയില്ല. ഇത് ഇളയ നാത്തൂൻ, മായ എന്നാണ് പേര്. അപ്പോൾ മായ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വീഡിയോസ് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മായ കഴിഞ്ഞിട്ട് ഞാൻ മാല ഇടുന്നൊരിതുണ്ടായിരുന്നു. അത് എന്ന് വെച്ചാൽ ടൈം ലാപ്സിലായത് കാരണം ഞാൻ എന്തോ ഓടി ചാടി വരുന്നതാണ് കൊണ്ട് അത് കാരണമാണ് ഈ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ഞാനത് ഇടാത്തത് കേട്ടോ. ദിയ ആക്ച്വലി മെച്യൂർ ആയത് ഞാൻ അറിഞ്ഞത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ്. കാര്യമെന്ന് വെച്ചാൽ ഹെവി ബ്ലീഡിങ്ങോ സ്റ്റൊമക്ക് പെയിനോ അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴും ദിയയിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഹെവി ആയിട്ട് ബ്ലീഡിങ്ങും സ്റ്റൊമക്ക് പെയിനും ഒക്കെ വരുന്ന ആ ഒരു രീതിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ദിയ ആണെങ്കിൽ അതായത് ഏറ്റവും ലാസ്റ്റ് മീൻസ് നാത്തൂൻ്റെ മോളാണ് ഏറ്റവും ഇളയത്. ആൺമക്കളിൽ നിന്ന് നോക്കുമ്പോൾ അവളാണ് ഏറ്റവും ലാസ്റ്റ്. അനിയൻ്റെ മോളാണ് ഏറ്റവും മുമ്പേ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഇത് നടുക്ക്, അത് കഴിഞ്ഞിട്ട് ദിയ. ഇതാണ് അനിയൻ കേട്ടോ. അപ്പോൾ അനിയൻ്റെ മോളാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ എനിക്ക് ആ ഒരു എപ്പോഴും ഇങ്ങനെ നമ്മൾ അവളെയാണ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദിയയെ എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു ആ ഒരു ഐഡിയ പോയില്ല. പക്ഷെ ദിയയുടേത് കണ്ട് ആ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിന് മെച്യൂർ ആയതാണ് എന്ന് പറഞ്ഞു. കാര്യം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ആദ്യം ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണല്ലോ ശരിക്കുള്ള ഒരു രീതിയിലാവുന്നതെന്നുള്ള ഡൗട്ട് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അരിഷ്ടോ ലേഹ്യമൊക്കെ തന്നിട്ട് പറഞ്ഞു കുടിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നേരെയാകുമെന്ന് പറഞ്ഞു. ഇത് കുഞ്ഞമ്മയുടെ മോളാണ്. നമ്മളുടെ കൺമണിയാണ് കൈയിരിക്കുന്നത്. കൺമണിയൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി ആ വിവരങ്ങൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിയയുടെ ഈ ഒരു കാര്യം കാണിച്ചപ്പോൾ ഡോക്ടറിന് പതുക്കെ വരുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ദിയ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞു. തിങ്കളാഴ്ച ദിയ സ്കൂളിൽ പോയി. ചൊവ്വാഴ്ച വൈകിട്ടായപ്പോഴത്തേക്കും ദിയയ്ക്ക് ബ്ലീഡിങ് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് തൊട്ട് ബ്ലീഡിങ് ആയി സ്കൂളിൽ വെച്ചിട്ട്. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. ടീച്ചർ എല്ലാവർക്കും ഭയങ്കര ഇവൾ സൈസ് വളരെ കുറവാണ്. ഞാനും ഇങ്ങനെയൊക്കെ ഉള്ളായിരുന്നു നമ്മൾ പറയുന്നേക്കാം. സൈസ് വളരെ കുറവായി. ഇവളെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ കാത്തൂന്. അച്ഛന് വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുകയാണ് ദിയയുടെ ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ അപ്പന്മാരല്ലേ, എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ കാണാൻ. അതിനിടയ്ക്ക് ഹസ്ബൻഡ് വിളിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡും വീഡിയോ കോൾ വഴി ദിയയുടെ ഫംഗ്ഷൻ കണ്ടതായിരുന്നു. അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഡോക്ടറെ ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കിന് ദിയയ്ക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയി. ബുധനാഴ്ച ആയപ്പോഴത്തേക്കിന് സ്റ്റൊമക്ക് പെയിൻ പ്ലസ് ബ്ലീഡിങ്, അതായത് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അതേ സെയിം രീതിയിലുള്ള സ്റ്റൊമക്ക് പെയിനും കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇവളിത് എങ്ങനെ സഹിക്കും എന്നുള്ളൊരു രീതിയിൽ ആയി. നമ്മൾ അമ്മമാരല്ലേ, നമ്മൾ ആ ഒരു രീതിയിലാണല്ലോ ചിന്തിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രാജുവലി ഞാൻ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു, ശീലമായി വരുമ്പോൾ മാറും എന്നൊക്കെ ഉള്ളത്. ഇവൾ പിന്നെ ഇച്ചിരി ഉള്ളായതും കൂടെ കൊണ്ടിട്ട് ഞാനും ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു ഗേളിന് എപ്പോഴും ഇങ്ങനത്തെ കുറച്ച് ലെവലുകൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടല്ലോ. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓക്കെ നോർമൽ തിങ്ങാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കും അറിയാം. പിന്നെ ഞാൻ ഇവളെ ഇപ്പോഴേ എക്സ്പെക്റ്റ് ചെയ്തില്ല. അതാണ് മറ്റൊരു കാര്യം. ഇത് അനിയത്തിയുടെ ഭർത്താവ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ. അപ്പോൾ അനിയൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസ് എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ഫോൺ ഇത് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചു. തിങ്കളാഴ്ച ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ, അന്നത്തെ ദിവസം വൈകിട്ടിടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഫോർമാറ്റായി. സോഫ്റ്റ്വെയർസ് എല്ലാം കംപ്ലീറ്റ്ലി പോയി. ഇത് അനിയത്തിയുടെ ഭർത്താവ് കേട്ടോ, കുഞ്ഞമ്മയുടെ മോളുടെ നേരത്തെ കൺമണിയുടെ അച്ഛൻ. അങ്ങനെ ഫുൾ
ഫുള്ള് പോയി. ഇവർക്ക് ഉണ്ടായിരുന്ന എല്ലാ വീഡിയോസും എല്ലാ ഫോട്ടോസും എല്ലാം പോയി. എനിക്ക് അതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഓക്കെ പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതെല്ലാം കളഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ മകളുടെ ഏറ്റവും വലിയൊരു കാര്യം അവളൊരു വുമൺഹുഡിലോട്ട് സ്റ്റെപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഡോക്യുമെൻ്റ് പോലെ ആക്കി ഞങ്ങൾ വെച്ചിട്ട് എല്ലാം അങ്ങനെ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മെഹന്തിയിലും എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ്. ഞാൻ തലേന്ന് പോയി അവൾക്ക് വേണ്ടിയിട്ട് സ്വീറ്റ്സും ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്ന എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അതിന് ശേഷമുള്ള കാര്യങ്ങൾ എല്ലാം പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു. ഇത് ആയിഷിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഡുട്ടു എന്നാണ് പേര്. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലും ഉണ്ടായിരുന്ന ആളുകൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരുടെ വീഡിയോസൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇമോഷണലി കുറച്ച് ദിയായെ കുഞ്ഞിലെ തൊട്ട് എടുത്തു വളർത്തിയ രേവതി എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട് കേട്ടോ. രേവതി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം രേവതി വന്ന ടൈമിൽ എനിക്ക് കുറച്ച് ഇമോഷണലി ഞാനും കുറച്ചൊന്ന് ഇതായി. കാര്യം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് തമ്മിത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടായിരുന്നു. ദിയയുടെ കൊച്ചിലത്തെ കാര്യങ്ങളും പിന്നെ അങ്ങനെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തപ്പോഴത്തേക്കിന് ഈ ഒരു കാര്യം അങ്ങ് വീഡിയോ എടുക്കുക എന്നുള്ളൊരു കാര്യം ഞാനങ്ങ് വിട്ടുപോയി കേട്ടോ. പിന്നെ എന്നെ ഈ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിലെ വീട്ടിലുള്ള എല്ലാവരും എനിക്കറിയത്തില്ല 100% സപ്പോർട്ട് തരിക എന്ന് വെച്ചില്ലേ. ഞാൻ അങ്ങനെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഇത്രയും പേര് എനിക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രൈപോഡ് സെറ്റ് ചെയ്യുന്നു, ഫോൺ സെറ്റ് ചെയ്യുന്നു. എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എനിക്ക് അറിയത്തില്ല. ഇത്രയും പേരെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഞാൻ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാരുണ്ടോ എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതുപോലെ എനിക്ക് അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ, അതായത് മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു എനിക്ക് തോന്നിയത്. അവരെനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ വീഡിയോസ് ഇത്രയും പോകാനത് ഇതെല്ലാം അനിയൻ്റെ ഫോണിൽ പിടിച്ചത് കാരണമാണ് ഈ വീഡിയോസ് ഒന്നും പോകാനത്. എൻ്റെ ഫോണിൽ പിടിച്ച് വലിയ ക്ലാരിറ്റി ഇല്ല. അങ്ങനെ അനിയൻ്റെ ഫോണിൽ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്തത് കാരണമാണ് ഇന്ന് എനിക്ക് എൻ്റെ മോളുടെ ഈ ഒരു ഫങ്ഷൻ സത്യത്തിലൊരു ഡോക്യുമെൻ്റായിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അവൾ കാണുന്ന രീതിയിൽ എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ സമനില തെറ്റിപ്പോയി. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ആ പീക്ക് ലെവലിൽ നിന്നെയായിരുന്നു. ഇതെല്ലാം പോയി ഇപ്പം ഞാൻ ആ ഒരു ലെവലായിരുന്നു. ചേട്ടത്തി ആണ് നേരത്തെ വന്നിട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് മിഥുവാണിത്, അതായത് ചേട്ടത്തിയുടെ മോൻ. ഇവനാണ് നമ്മളുടെ ഫസ്റ്റ് ബേബി മീൻസ് അതായത് അമ്മയുടെ ആൺമക്കളിൽ മൂത്ത മോൻ്റെ മൂത്ത മകൻ. പെൺമക്കളിലാണെങ്കിൽ ഷീല ചേച്ചിയുടെ മൂത്ത മോൻ, അതായത് രായേഷാണ് ഫസ്റ്റ് ബേബിയായിട്ട് വരുന്നത്. ആൺമക്കളിൽ മിഥുവാണ്. മിഥുവൊക്കെ ഞാൻ കല്യാണം കഴിച്ചിരുന്ന സമയത്ത് വളരെ കുഞ്ഞായിരുന്നു. ഇത് പാറു, തൊട്ടടുത്ത് നിൽക്കുന്നത് പാറുവാണ് കേട്ടോ, മിഥുവിൻ്റെ പെങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഒരാണും ഒരു പെണ്ണും ഒരാണും ഒരു പെണ്ണും ആ ഒരു രീതിയിലാണ്. ചേച്ചിക്ക് മാത്രമാണ് 2 ആൺമക്കളുള്ളത്, വിഷ്ണുവും രായേഷും ഉള്ളത്. അതിന് ചേട്ടത്തിയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ അനിയൻ്റെ ഫോണിലെടുത്ത വീഡിയോ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിൽ എടുക്കുന്നുണ്ടായിരുന്നു. ദിയയുടെ അച്ഛൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. അച്ഛനും കുറച്ച് മിക്സഡ് ഇമോഷൻ ആ ഒരു ഇതിലായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമായി. നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം നമ്മുടെ ലൈഫിൽ നടന്നു എന്നുള്ളതാണ്. ദിയായി ഇപ്പോഴേ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ